ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വൈജയന്തി അലീന വീട്ടിൽ നിന്ന് പോയാലേ തിരിച്ച് ഞാനിനി ആ വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശിയിലാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനൊരു 4-5 ദിവസത്തിനുള്ള എന്തായാലും പോകും, മാഡം തിരിച്ചങ്ങോട്ട് വരണമെന്നും. അപ്പോൾ വൈജയന്തി പറയും, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ചുരുങ്ങിയത് ഒരു ഡസൻ പ്രാവശ്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് പോവാന്ന്. എന്നിട്ട് നീ പോയോ? നിന്നെ തല്ലി ഇറക്കിയാലും നീ ആ വീട്ടിൽ നിന്ന് പോവില്ല. അപ്പം അലീന പറയും, അതൊക്കെ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഉറപ്പായിട്ടും പോകുമെന്ന് പറയും. അപ്പം അലീന ചോദിക്കും, ശരി ഉറപ്പാണോ, നീ പോകുമോ ചോദിക്കും. അപ്പം അലീന പറയും, ഞാൻ ഉറപ്പായിട്ടും പോകും, മാഡം അപ്പം ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, നീ പോയിട്ടേ ഞാൻ ആ വീട്ടിലേക്ക് വരുള്ളൂ. നിൻ്റെ കൂടെ ഒരു മണിക്കൂർ പോലും ഞാൻ ആ വീട്ടിൽ ഒരുമിച്ച് നിൽക്കില്ല, അതെൻ്റെ തീരുമാനമാണ്. ഞാൻ ഒരു തീരുമാനം എടുത്താൽ അതൊന്നൊരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് പറയും. അപ്പം ബബിത പറയും, അങ്ങനെ അലീന ചേച്ചി പോയിട്ട് അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരവുണ്ടാവില്ല, കാരണം അലീന ചേച്ചി എങ്ങോട്ടും പോകുന്നില്ല പറയും. അപ്പോൾ അലീന ബബിതനെ തടുക്കും, അമ്മോട് എതിർത്ത് സംസാരിക്കേണ്ട, എനിക്ക് വേണ്ടി നീ അമ്മോട് എതിർക്കണ്ട, ഞാനാണ് പുറത്തേക്ക് പോകേണ്ടത്, നിങ്ങൾ അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, അപ്പോൾ ഞാൻ പോയിക്കോളാം എന്ന് പറയും. പിന്നെ ഒന്നും കൂടി പറയും, ശരീരത്തിനൊരു മുറിവേറ്റാൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാം, പക്ഷെ അങ്ങനെയല്ല, മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ അത് ഭേദമാക്കാൻ പറ്റില്ല, അത് വ്രണപ്പെടും. അവരൊക്കെ പോയി കഴിയുമ്പോൾ രോഹിത് പറയും, പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് അമ്മയുടെ കാര്യം. അമ്മ ഒരേ സമയം ഈ വീട്ടിൽ അഭയാർത്ഥിയാണ് എന്നാൽ അമ്മ ജനിച്ചു വളർന്ന വീടുമാണ്, ഒരേ സമയം അമ്മ ഉദ്യോഗസ്ഥയാണ് എന്നാൽ അമ്മ വളരെ കഷ്ടത്തരുമാണ്. അമ്മേനെ ആർക്കും വേണ്ട, അമ്മയ്ക്കും ആരെയും വേണ്ട, എന്തൊരു നിലപാടാണ് ഇതൊക്കെ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരും. അപ്പോൾ വൈജയന്തി പറയും, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ മോനെ, ഞാൻ നിങ്ങളുടെ ആരുടെ മുന്നിൽ കൈ നീട്ടി വന്നില്ലല്ലോ, ചത്താലും ഞാൻ വരില്ല. അപ്പോൾ രോഹിത് എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് അലീനയും കൃഷ്ണയും ബബിതയും രോഹിത്തും കൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് മനു വരും. മനു ചോദിക്കും, എന്താ 4 പേരും കൂടി ഒരു കൂടിയാലോചന എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, മാഡം ഒരു രക്ഷയില്ല, ഒരു മില്ലിമീറ്ററിന് വിട്ടു തരുന്നില്ല. അപ്പം മനു പറയും, ആൻറ്റിയുടെ കാര്യത്തിൽ ഒരു കർശന നിലപാടെടുക്കാൻ അച്ഛനോ വല്യച്ഛനോ കഴിയില്ല, കാരണം ആൻറ്റി ഇവിടുന്ന് പോകില്ല എന്ന് തീർത്ത് പറഞ്ഞാൽ നമുക്ക് പിടിച്ചിറക്കി വിടാൻ പറ്റില്ലല്ലോ. ഒരു ഭാഗം വെപ്പ് നടത്താണ്ടിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് മനു പറയും. അപ്പം അലീന പറയും, മാഡം ഇവിടെ നിന്ന് നിൽക്കുന്നതല്ലല്ലോ പ്രശ്നം, മാഡം ഇവിടെ നിന്നും പോകും, പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബ കോടതിയും വാടക വീടുമാണ്. അപ്പോൾ മനു ചോദിക്കും, ഇനി എന്താ നിങ്ങളുടെ പ്ലാനിങ് ചോദിക്കും. അപ്പോൾ രോഹിത് പറയും, ഞങ്ങൾ തിരിച്ചു പോവാ, ഇനി കാര്യമില്ലാണ്ട് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറയും. മനു ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം എന്താന്ന്. ബബിത പറയും, അച്ഛൻ ഇതിലൊരു താല്പര്യമില്ല, അമ്മേനെ കൈവിട്ട പോലെയാണ്, അച്ഛൻ്റെ ഭാഗത്തല്ലേ തെറ്റ് ചോദിക്കും. അപ്പോൾ അലീന പറയും, അച്ഛൻ്റെ ഭാഗത്തല്ല തെറ്റ്. അപ്പം മനു പറയും, അലീന അങ്കിളിൻ്റെ മകളാണെന്ന് അറിയുന്നതിന് എത്രയോ നാൾ മുന്നേ അങ്കിളും ആൻറ്റിയും തമ്മിൽ അകന്നു തുടങ്ങി. അപ്പോഴേക്കും ശിവൻ അങ്ങോട്ട് വരും. ശിവൻ ചോദിക്കും, എന്തായി വൈജയുടെ കാര്യമെന്ന്. അപ്പോൾ അലീന പറയും, ഒരു രക്ഷയില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറയും. അപ്പോൾ ശിവൻ പറയും, നിങ്ങളുടെ അച്ഛനല്ലേ ബാലേന്ദ്രൻ, നിങ്ങൾ സംസാരിച്ച് നോക്ക്, വൈജയനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ പറയുമെന്ന് പറയും. അപ്പോൾ അലീന പറയും, ആരേക്കാൾ നന്നായിട്ട് അങ്കിളിനെ അറിയാമല്ലോ അച്ഛനതിന് നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ ശിവൻ പറയും, നീ ഇവരുടെ കൂടെ വന്നത് എന്തിനാ, അതാണ് തെറ്റായി പോയത്, അത് വേണ്ടായിരുന്നു പറയും. അപ്പോൾ അലീന പറയും, എനിക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ കൂടപ്പിറകളുടെ കൂടെ ഈ വീട്ടിലൊരു ദിവസം വന്ന് നിൽക്കണമെന്ന്, ആ ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ എന്തായാലും പോകും, കടപ്പാട്ടൂരിൽ നിന്ന് പോകും, അപ്പോൾ നിങ്ങളാണ് മാഡത്തിനെ അങ്ങോട്ട് എത്തിക്കേണ്ടത് എന്ന് പറയും. നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തിരിച്ചു പോവും. അപ്പം എല്ലാവരും കൂടി കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് കാറിൽ ഇറങ്ങാൻ നേരം അലീന പറയും, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അല്ലേ, വെറുതെ പോയിന്ന്. അപ്പോൾ ബബിത പറയും, നമ്മൾ പോയത് നമ്മുടെ തറവാട്ടിലേക്കല്ലേ. അപ്പോൾ അലീന പറയും, ഞാൻ പോവുകയാണ്. അപ്പോൾ ബബിത ചോദിക്കും, എങ്ങോട്ട്? ഞാൻ അഭയാർത്ഥിയെ പോലെ വന്നോളല്ലേ, ഞാൻ പോകണം. അപ്പോൾ ബബിത പറയും, എല്ലാവരും അങ്ങനെ തന്നെയാണ്, അപ്പോൾ അമ്മ പോയത് കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്, ആർക്കും എപ്പോൾ വേണമെങ്കിൽ പോകാമെന്ന് പറയും. ഇവർ വന്നിറങ്ങുമ്പോഴാണ് ബാലേന്ദ്രൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ രോഹിത് അവിടെ ചോദിക്കും, രോഹിത്തായിട്ട് വരുമെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും അലീനോട്, നീ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അത് നടക്കില്ല, വേണ്ടാന്ന്. അപ്പോൾ അലീന പറയും, ഒന്ന് ശ്രമിച്ച് നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ അച്ഛാ. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിതം എടുത്തിരിക്കുക, എല്ലാവരും അകത്തേക്ക് കയറിയ പറയും. അപ്പോൾ കൃഷ്ണ ചോദിക്കും, അച്ഛനും അമ്മ വരാത്തതിൽ ഒരു വിഷമമില്ലേ? അപ്പോൾ എനിക്കൊരു വിഷമമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഈ സമാധാനം അധിക നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അലീന അകത്തേക്ക് പോകും. അപ്പോൾ ബാലേന്ദ്രൻ ബബിതോട് ചോദിക്കും, അതെന്താടി അവൾ അങ്ങനെ പറഞ്ഞത്?
ചേച്ചി ഇവിടുന്ന് പോവാന്ന്, എന്നാലേ അമ്മ വരുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേച്ചി ഇവിടുന്ന് പോവാന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഒരകത്തേക്ക് കയറും. അടുത്തായി കാണിക്കുന്നത് രോഹിത് അലീനയുടെ വാതിലിൽ വന്ന് തട്ടുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് അകത്തേക്ക് വരാൻ. പക്ഷെ വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അലീന എന്നിട്ട് അയ്യോ സോറി ഞാൻ വാതിൽ കുറ്റിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് വാതിൽ ഒന്ന് തുറന്നു കൊടുക്കും. അപ്പോൾ രോഹിത്താണ് എന്താടാ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം ചേച്ചിയോട് ചോദിക്കാണ്ട് പറയും. ഞാനന്ന് മാനേജർ അച്ഛൻ്റെ റൂമിൽ പോയപ്പോഴേ ചേച്ചി പറയണത് കേട്ടു. അപ്പോൾ ഞാനത് അന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കൊല്ലപ്പള്ളിക്ക് പോയപ്പോൾ ചേച്ചി ഞാൻ തനിച്ചെളുപ്പം ചോദിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കാണ്ടിരുന്നത്. അപ്പോൾ എന്താ കാര്യം ചോദിക്കും. ചേച്ചി അന്ന് മാനേജർ അച്ഛനോട് പറയണത് കേട്ടല്ലോ ബാലേന്ദ്രൻ മേനോൻ ചേച്ചിയുടെ അച്ഛനല്ല, അപ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛനെ അമ്മേനെ അറിയാം, പക്ഷെ അവർക്ക് ചേച്ചിനെ അറിയില്ല എന്ന് സത്യമാണ് ചോദിക്കും. അപ്പോൾ അലീന പറയും സത്യമാണെന്ന് പറയും. അപ്പോൾ ഞാൻ കരുതിയത് ചേച്ചി എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററായിട്ട് വരുമെന്നാണ്. അലീന പറയും ഞാൻ നിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ തന്നെയാണ്, പക്ഷെ നിൻ്റെ അച്ഛൻ്റെ മകളല്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചേച്ചി എനിക്ക് സ്റ്റെപ്പ് സിസ്റ്ററായിട്ട് വരുന്നു ചോദിക്കും. അപ്പോൾ അറിയും അച്ഛനിൽ നിന്നല്ലാണ്ടും എനിക്ക് എൻ്റെ അർദ്ധ സഹോദരി ആവാമല്ലോ പറയും. അപ്പോൾ രോഹിത് പറയും എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ ചേച്ചി, എന്നൊരു കാര്യം പറയാൻ പറയും. അപ്പോൾ അലീന പറയും അതൊക്കെ ഞാൻ പറയേണ്ട സമയമാകുമ്പോൾ നീ ഞാനും മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, ഇപ്പം നീ ഇത്ര അറിഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ രോഹിത്തിനൊന്നും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ രോഹിത് ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് ഞാൻ രോഹിത്തിനെയും കൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോട്ടെ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും അതിൻ്റെ ആവശ്യം എന്താ, എന്തിനാ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നില്ലേ, അതുപോലെ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന്. ആ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെന്ന് രോഹിത്തിനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും അതിൻ്റെ ആവശ്യമുണ്ടോ. അപ്പോൾ അലീന പറയും അച്ഛന് ഇഷ്ടമല്ലേ എൻ്റെ കൂടെ രോഹിത്തിനെ അയക്കാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും അതല്ല, നിന്നോട് കാണിക്കുന്ന സ്നേഹം രോഹിത്തിനോട് കാണിക്കുന്ന എന്താ ഉറപ്പ്, അവനിപ്പോഴും നിരപരാധിയാണെന്ന് അവിടെയുള്ളവരും നാട്ടുകാരും പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും.